ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു റോഡ് പ്രാക്ടീസ് ആണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. അതായത് നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിൽ പല ആൾക്കാർക്ക് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്നത് മുതൽ വണ്ടി നിർത്തുന്നത് വരെ എങ്ങനെയാണ് ഒരു വണ്ടി ഓടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പലർക്കും ഇല്ല. പലർക്കും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, വണ്ടി ഓടിച്ച് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്നത് മുതൽ ഒരു വണ്ടി നിർത്തുന്നത് വരെ, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനിടയിലും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു അറിവാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു റോഡ് പ്രാക്ടീസ് വീഡിയോ വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സായ നിങ്ങൾക്ക് ഗുണമാകും. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാം. നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് തന്നെ വാഹനം ഓടിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ ആദ്യം ചെയ്യുക സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഞാൻ ഓൾറെഡി സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾ അത് കയറി കാണുക. നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരുപാട് മുന്നോട്ട് സീറ്റ് കയറ്റി ഇടാതിരിക്കുക, ഒരുപാട് ബാക്കിലേക്കും ഇറക്കി ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ചവിട്ടണം. ആ ഒരു സമയത്ത് നമ്മളുടെ കാലിൻ്റെ മുട്ട ഈ ഒരു ഭാഗത്തൊന്നും ഇടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ബ്രേക്ക് നമുക്കിത് ഇത്തരത്തിൽ പൂർണ്ണമായിട്ട് ചവിട്ടാൻ സാധിക്കുന്ന രീതിയിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക. ഇനി അതിനുശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ താക്കോല് നമ്മളുടെ ഇഗ്നീഷൻ സ്വിച്ചിലേക്ക് ഇടുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഓൾറെഡി നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ഒരു പക്ഷെങ്കിൽ ലോക്കായിരിക്കും. നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ ലോക്കാണ്. അപ്പോൾ സ്റ്റിയറിംഗ് ലോക്ക് അടിക്കാനായിട്ട് നിങ്ങൾ ആദ്യം പഠിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ സ്റ്റിയറിംഗ് ഇങ്ങനെ മുന്നോട്ട് പിന്നോട്ടുമായിട്ട് അനക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ താക്കോല്, വാഹനത്തിൻ്റെ ഈ താക്കോല് ജസ്റ്റ് നിങ്ങളിത് ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോക്ക് നമുക്ക് അഴിയാൻ കഴിയും. ഇനി ലോക്ക് അഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി ഒന്നും കൂടെ മുന്നോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലെ ലൈറ്റ് ഓൺ ആവും. ഞാൻ ഒന്നും കൂടെ തിരിച്ചു, മീറ്റർ കൺസോളിലെ ലൈറ്റൊക്കെ ഓണായി. ഇനിയാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ബ്രേക്ക് കാലെടുത്ത് വെക്കുക. അതിനുശേഷം ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുക. ബ്രേക്ക് കാല് വെക്കാൻ പറയുന്നത്, വണ്ടി ഏതെങ്കിലും ഒരു സ്ലോപ്പിലാണെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടി ഉരുണ്ട് പോകരുത്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ബ്രേക്കിലൊന്ന് കാല് വെക്കുക. അതിനുശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു സമയത്ത് നമ്മളോട് ഈ ഒരു ബ്രേക്ക് പെഡലില്ലേ, ഇത് ചെറുതായിട്ട് താഴോട്ടൊന്ന് അമരും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പ്രസ് ആകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴുള്ള വാഹനങ്ങളെല്ലാം പവർ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ബ്രേക്ക് ഭയങ്കര ഹാർഡായിരിക്കും. സ്റ്റാർട്ട് ആയതിനു ശേഷം ജസ്റ്റ് അങ്ങോട്ട് ബ്രേക്ക് താഴോട്ട് അങ്ങ് പ്രസ് ആവുകയാണ്. ആ ഒരു സമയത്ത് ബ്രേക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ബ്രേക്ക് ഒന്ന് താന്നു എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നമ്മൾ വാഹനം മുന്നോട്ടെടുക്കാൻ പോവുകയാണ്. മുന്നോട്ടെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തുടക്കക്കാർ നിങ്ങൾ പ്രധാനമായിട്ടും വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വലത്തെ കാല് ജസ്റ്റ് ബ്രേക്കിലൊന്ന് വെച്ചേക്കുക, ചവിട്ടി താക്കണ്ട. ഇത് നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ക്ലച്ചേന്ന് അയച്ച് തുടക്കത്തിലെടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ സാധാരണ വാഹനം എടുക്കേണ്ടത് ക്ലച്ചേന്ന് അയക്കുന്നതിനോടൊപ്പം തന്നെ ആക്സിലറേറ്ററും കൊടുത്താണ് വാഹനം എടുക്കേണ്ടത്. പക്ഷെങ്കിൽ നിങ്ങൾ ബിഗിനേഴ്സിന് വാഹനം എടുക്കുന്ന സമയത്ത് ഒരു പക്ഷെങ്കിൽ അറിയാതെ ആക്സിലറേറ്റർ കൂടിപ്പോയി ക്ലച്ചേന്ന് അയച്ച് വണ്ടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനും അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ജസ്റ്റ് എന്ത് ചെയ്യണം, ബ്രേക്കിലൊന്ന് കാല് വെച്ചിട്ട് വണ്ടി മെല്ലെ ഒന്ന് മുന്നോട്ട് എടുത്ത് നോക്കുക. ബ്രേക്ക് പതുക്കെ വെച്ചാൽ മതി, ചവിട്ടി താക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഏറ്റവും പതിയെ ക്ലച്ചേ നയിക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് പതുക്കെ ക്ലച്ചേ നയിക്കുമ്പോൾ ഇതേ വണ്ടി ഇങ്ങനെ മെല്ലെ മൂവ് ആകും. ഈ ഒരു സമയത്ത് വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ചവിട്ടി വീണ്ടും വണ്ടി ഒന്ന് നിർത്തുക. ഇങ്ങനെ നിർത്തിയെടുത്ത് 2-3 തവണ നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, വണ്ടി എങ്ങനെയാണ് നിർത്തേണ്ടത്, വണ്ടി എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇതൊരു നിരപ്പ് റോഡിലേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇച്ചിരി സ്ലോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രേക്കിന് പകരം നമുക്ക് കുറച്ചും കൂടെ ആക്സിലറേറ്റർ കൊടുക്കേണ്ടി വരും. നിങ്ങൾ നോക്കുക. ഇനി എടുക്കേണ്ട ശരിയായിട്ടുള്ള രീതി നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ക്ലച്ചേന്ന് അയക്കുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ക്ലച്ചേന്ന് അയക്കുമ്പോൾ നമ്മളുടെ ഇടത്തെ കാല് പൂർണ്ണമായിട്ട് കാലിൻ്റെ ബാക്ക് ഇവിടെ ഫ്ലോറിൽ മുട്ടണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് ക്ലച്ചേന്ന് പതുക്കെ കാലയക്കുക. അതിനുശേഷം ചെറുതായിട്ട് ആക്സിലറേറ്ററും കൂടെ കൊടുത്ത് നമ്മളിങ്ങനെ വണ്ടി മെല്ലെ മുന്നോട്ടെടുക്കുന്നു. വണ്ടി മുന്നോട്ടെടുത്തതിന് ശേഷം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്,
ഈ ഒരു സമയത്ത് വണ്ടിയുടെ വേഗത കൂടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം തുടക്കത്തിൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ ആദ്യം എടുക്കുമ്പോൾ എപ്പോഴും വണ്ടിയുടെ വേഗത വളരെ സ്പീഡിൽ പോകും. സ്പീഡിൽ പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാതെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാറുണ്ട്. നിങ്ങൾക്കും അത് സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഹനം എടുക്കുന്ന സമയത്ത് പരമാവധി ആക്സിലേഷൻ ഒരുപാട് കൊടുത്ത് വാഹനം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. വണ്ടി മൂവ് ആയതിന് ശേഷവും ഒരുപാട് ആക്സിലറേറ്റർ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പതുക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, വാഹനത്തിൻ്റെ വേഗത പരമാവധി സ്ലോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഫസ്റ്റ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകേണ്ടത് സ്റ്റിയറിംഗ് കൺട്രോളിനായിരിക്കണം. അടുത്തൊരു ഗിയർ മാറ്റുക എന്നുള്ളതല്ല, സ്റ്റിയറിംഗ് ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുന്ന രീതിയിൽ 2 കൈകളും എടുത്ത് സ്റ്റിയറിങ്ങിൻ്റെ മേളിൽ ഇത്തരത്തിൽ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്ന് ഓടിക്കുക. ഇങ്ങനെ ഓടിച്ച് ഫസ്റ്റ് ഗിയറിൽ തന്നെ കുറച്ച് ദൂരം ഒന്ന് ഓടിക്കുക. ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ, ഫസ്റ്റ് ഗിയറിൽ പോകാനായിട്ട് ഒരു ആത്മവിശ്വാസം വരും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. വണ്ടി ഈ സൈഡിൽ ഒതുക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു വണ്ടി ബൈക്കിൽ നിന്ന് വന്നതുകൊണ്ട് ഒതുക്കി കൊടുത്തു. ഇനി വണ്ടി നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി പതിയാണ് ഓടിച്ചു വരുന്നത്, അതുകൊണ്ടാണ് ഞാനിതേ ഇവിടെ ക്ലച്ച് ചവിട്ടിയിട്ട് പിന്നെ ബ്രേക്ക് ചെയ്തത്. നമ്മുടെ വണ്ടി വളരെ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് ഫസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടണം. പതുക്കെയാണ് വണ്ടിയായിട്ട് നമ്മൾ വരുന്നതെങ്കിൽ, തീർത്തും സ്ലോ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് പിന്നെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളൊരു വണ്ടി പതുക്കെ പോകുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്കിലെടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ടിയുടെ റണ്ണിങ് നിന്നിട്ട് ഓൾറെഡി വണ്ടി ഫസ്റ്റ് ഗിയറിലായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ബ്രേക്ക് മാത്രം പ്രസ് ചെയ്യുന്നതുകൊണ്ട് വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അപ്പോൾ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് പതുക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി കൊടുക്കുക. ക്ലച്ച് ചവിട്ടുമ്പോൾ ഓൾറെഡി വണ്ടിക്ക് ഈ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള പിടുത്തം മാറിയിട്ട് വണ്ടി ഓഫ് ആകാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. ആ ഒരു സമയത്ത് നമ്മൾ ബ്രേക്ക് കൊണ്ട് ചെയ്യുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതെ വണ്ടി നിർത്താൻ കഴിയും. എന്നാൽ സ്പീഡിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, സ്പീഡിൽ പോകുന്ന സമയത്ത് വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് ഫസ്റ്റ് ബ്രേക്ക് വന്ന് വണ്ടിയുടെ വേഗത കുറയ്ക്കുക, അതിനുശേഷം ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തുക. കാരണം ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി സ്പീഡിലായതുകൊണ്ട് തന്നെ വണ്ടിയുടെ വേഗത കുറയുകയും ചെയ്യും. ആ ഒരു സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകാതെ തന്നെ നമുക്ക് നിർത്താൻ കഴിയും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഞാനിത് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുന്നു, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മെല്ലെ മുന്നോട്ട് എടുത്തു. കണ്ടേ? ഓക്കെ, വീണ്ടും ഞാനിത് ഇടത്ത് തന്നെ ചേർന്ന് ഓടിക്കുകയാണ്. ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഓടിച്ച് കാണിക്കുന്നത്. നിങ്ങൾ ആവറേജ് ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോയി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ചെറുതായിട്ടൊന്ന് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയതിന് ശേഷം ഒരു 15 കിലോമീറ്റർ സ്പീഡിലേക്ക്, ജസ്റ്റ് വാഹനത്തിൻ്റെ സ്പീഡ് ഒരു 15 കിലോമീറ്റർ അല്ലെങ്കിൽ ആവറേജ് ഒരു ചെറിയൊരു സ്പീഡായി അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വണ്ടിക്ക് റണ്ണിങ് ആയി, റോഡ് നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ആക്സിലറേറ്റർ കുറച്ചിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് കൊടുക്കണം. സെക്കൻഡ് ഗിയർ ഇങ്ങനെ കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലയ്ക്ക്. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ നമുക്ക് വാഹനം പോകാൻ കഴിയും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനൊരു ജംഗ്ഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് വണ്ടി ചവിട്ടി നിർത്തണം, ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. ഇനി നമുക്ക് ലെഫ്റ്റിലേക്ക് താഴോട്ട് ഒരു ഇറക്കം ഇറങ്ങി പോകാം, വേണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വണ്ടി നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഒരു കാരണവശാൽ സെക്കൻഡ് ഗിയറിൽ കയറി പോകരുത്. കാരണം പിന്നെ നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകാനായിട്ട് ബുദ്ധിമുട്ട് വരും. കാരണം എപ്പോഴും ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. നിർത്തിയൊരു വാഹനം വണ്ടിയുടെ റണ്ണിങ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ക്ലച്ച് നയിച്ച് വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി ഒന്നേന്ന് എടുക്കുന്നത് പോലെ തന്നെ വണ്ടി മുന്നോട്ട് എടുക്കുക. ഓക്കെ, നമുക്കിനി താഴോട്ട് തന്നെ പോകാം. ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുകയാണ്. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത വാഹനം മെല്ലെ ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്നു. ഇനി ഇവിടെ ഇറക്കം കൂടിയ ഒരു റോഡാണ്. ഞാനിത് ക്ലച്ചേന്ന് പതുക്കെ കാല് അയക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ്, പതുക്കെ കാലയച്ച് ഓൾറെഡി വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് എത്തി. ഇറക്കമാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെക്കൻഡ് ഗിയർ കൊടുക്കാം. കാരണം ഓൾറെഡി ഇറക്കമായതുകൊണ്ട് തന്നെ വണ്ടി റണ്ണിങ്ങിലായി കഴിഞ്ഞാൽ അടുത്തൊരു ഗിയർ കൊടുക്കുന്നതിന് തെറ്റില്ല. ഇതേ ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്ത് ഈ ഒരു സമയത്ത് നമ്മൾ ഇറക്കത്തായതുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടി കുറച്ച് സ്പീഡിൽ പോകാൻ സാധ്യതയുണ്ട്. കാരണം എഞ്ചിനിൽ നിന്നുള്ള ആ ഗിയർ ബോക്സിൽ നിന്നുള്ള ഒരു പിടുത്തം മാറി വണ്ടി ന്യൂട്രൽ ആവുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും എന്ത് ചെയ്യണം, ആക്സിലറേറ്റർ കൊടുക്കുക. ഇപ്പം ഞാനിതേ സെക്കൻഡ് ഗിയറിൽ ആക്സിലറേറ്റർ ചെറുതായിട്ട് കൊടുത്താണ് വാഹനം പോകുന്നത്. ഇങ്ങനെ നമ്മൾ വാഹനം ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് പോകുന്നു. ഇനി നമുക്ക് തേർഡ് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുക. ആക്സിലറേറ്റർ കൊടുത്ത് വാഹനത്തിന് ഏകദേശം ഒരു
25 കിലോമീറ്റർ സ്പീഡിനോട് അടുത്ത് വരുമ്പോൾ നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിത് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഇപ്പോൾ 25-30 കിലോമീറ്റർ അടുത്തോട്ട് വണ്ടിയുടെ വേഗത വന്നു. ഈ സമയത്ത് ആക്സിലറേറ്റർ കുറച്ചിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഞാനിത് തേർഡ് ഗിയർ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, തേർഡ് ഗിയർ കൊടുത്തു. വീണ്ടും എൻ്റെ കാല് ബ്രേക്കേ വന്നു. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ചെറിയൊരു സ്ലോപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ട സമയത്ത് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ റണ്ണിങ് കൂടുതലായിട്ട് പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്തു, ഗിയർ മാറ്റുന്നതിനോടൊപ്പം തന്നെ ബ്രേക്കിലും കൂടെ എൻ്റെ കാല് വന്നു. അതായത് ബ്രേക്ക് ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് അടുത്തൊരു ഗിയറും കൂടെ ഇട്ട് കൊടുത്തു. വീണ്ടും ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുത്തായിരുന്നു. വീണ്ടും നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാം. ഞാനിത് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഒരു 30 കിലോമീറ്റർ സ്പീഡായി ക്ലച്ച് ചവിട്ടി ഞാനിത് തേർഡ് ഗിയർ കൊടുത്തു. ക്ലച്ചിൽ നിന്ന് കാലയച്ചു. വീണ്ടും ഇത് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം ഇങ്ങനെ കയറിപ്പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം ഇങ്ങനെ കയറിപ്പോകുന്നത്. ഇപ്പോൾ ചെറിയൊരു കയറ്റമാണ്. ഇങ്ങനെ കയറ്റം വരുമ്പോൾ നമ്മൾ വണ്ടിക്ക് വലി മുട്ടാൻ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഇപ്പോൾ തേർഡ് ഗിയർ കണ്ടില്ല, വണ്ടി വളരെ ബുദ്ധിമുട്ടിയാണ് കയറി പോകുന്നത്. അപ്പോൾ ഇത്രയും താമസം വരാൻ പാടില്ല അടുത്തൊരു ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കയറി വരുന്ന സമയത്ത് വണ്ടിക്ക് വലി മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് തേർഡിൽ നിന്ന് പെട്ടെന്ന് സെക്കൻഡ് ഗിയർ കൊടുത്ത് കയറി പോകാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ പോകുന്ന സമയത്ത് വണ്ടിയുടെ വലി തീർത്ത് മുട്ടി വണ്ടി പോകാൻ ബുദ്ധിമുട്ട് കാണിച്ചു എന്ന് കരുതിയാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഒന്നേന്ന് വണ്ടി എടുക്കണം. കയറ്റത്തെടുക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഹാഫ് ക്ലച്ചിൽ വാഹനം മുന്നോട്ട് എടുക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഓൾറെഡി അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹാഫ് ക്ലച്ചിൽ എങ്ങനെ വണ്ടി എടുക്കാം. ആ വീഡിയോയുടെ ലിങ്ക് ഞാനത് ഇപ്പോൾ ഈ വീഡിയോയുടെ മേളിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കാണുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ ഹാഫ് ക്ലച്ചിൽ വാഹനം നമ്മൾ എടുക്കാൻ തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള കയറ്റം കയറി വരുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക. അതായത് തേർഡിലാണ് നമ്മൾ കയറി വരുന്നതെങ്കിൽ തേർഡിൽ ഇനി കയറി പോകാനായിട്ട് ബുദ്ധിമുട്ട് വണ്ടിക്ക് കാണും എന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് എന്ത് ചെയ്യണം, സെക്കൻഡ് ഗിയർ അങ്ങ് ഇട്ട് കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലയിക്കുക. അപ്പം നമുക്ക് ഓൾറെഡി സെക്കൻഡ് ഗിയറിൽ വാഹനം കയറിപ്പോകും. സെക്കൻഡിലും പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വാഹനത്തിൻ്റെ റണ്ണിങ് നിൽക്കുന്നതിന് മുന്നേ തന്നെ വണ്ടിയെ നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് കയറ്റി പോകാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ചെറിയൊരു ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. തുടക്കത്തിൽ നിങ്ങൾക്ക് കയറ്റത്തിലേക്കൊക്കെ വാഹനം കയറുന്ന സമയത്ത് ഈ ഒരു ട്രിക്ക് ഉപകാരപ്പെടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു കയറ്റത്തൊക്കെ ചെന്നതിന് ശേഷം ഹാഫ് ക്ലച്ച് അറിയത്തില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ടും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. വീണ്ടും ഞാനിതിവിടെ യു ടേൺ എടുത്ത് വാഹനം പോവുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുത്തു. വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഞാനിത് സെക്കൻഡ് ഗിയറിൽ പോവുകയാണ്. പുറകിലൊരു വണ്ടിയുണ്ട്, നമുക്ക് നമ്മുടെ വണ്ടി ഒതുക്കി കൊടുക്കാം. ഓക്കെ, പുറകിൽ നിന്ന് വന്ന വാഹനം കയറി സെക്കൻഡ് ഗിയറിൽ ഞാനിങ്ങനെ പോകുന്നു. വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുകയാണ്. നിങ്ങൾ നോക്കുക, ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി. ഏകദേശം ഒരു 30 കിലോമീറ്ററിനോട് അടുത്ത് വാഹനത്തിൻ്റെ വേഗത വന്നപ്പോൾ ആക്സിലറേറ്റർ കുറച്ചു. ഇപ്പോൾ വണ്ടി റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ക്ലച്ച് ഓട്ടിയിട്ട് സാവധാനം തേർഡ് ഗിയർ കൊടുക്കാം. തേർഡ് ഗിയർ കൊടുത്തു. ഈ ഒരു സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ കൃത്യമായിട്ട് ഇടത്ത് ചേർന്ന് പോകുന്നോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. വീണ്ടും ഒരു ഇറക്കം കൂടിയ റോഡാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ബ്രേക്ക് കാലിങ്ങനെ വെച്ചിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഫോർത്ത് ഗിയറും കൂടെ കൊടുക്കുക. ഫോർത്തും കൊടുത്തു. അതിനുശേഷം ക്ലച്ച് എന്ന് കാലയ്ക്ക് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാലാമത്തെ ഗിയറിൽ നമുക്ക് ഈ ചെറിയൊരു ഇറക്കം ഇറങ്ങിപ്പോകാം. കുത്തനെയുള്ള ഇറക്കമല്ല, ചെറിയ ഇറക്കങ്ങളാണെങ്കിൽ നമുക്ക് ഇറങ്ങിപ്പോകാം. കുത്തനെയുള്ള ഇറക്കമാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം പോവുക. ഓക്കെ, വീണ്ടും എൻ്റെ കാലം മെല്ലെ ബ്രേക്ക് വരികയാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ മുന്നിലായിട്ട് ചെറിയ മഴ പെയ്തിട്ട് വെള്ളം കൂടി നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒറ്റയടിക്ക് പോകാതെ ഇവിടെ ഫോർത്തിൽ നിന്ന് നേരിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടിയുടെ റണ്ണിങ് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് അയച്ച് പതുക്കെ പോവുകയാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്കിവിടെ സേഫായിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിനർത്ഥം നമ്മളൊരു ഫോർത്ത് ഗിയറിലൊക്കെ പോകുന്ന സമയത്ത് മുന്നിലായിട്ട് ചെറിയ ഗട്ടറോ ഇതുപോലെയുള്ള വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി സ്ലോ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫോർത്തിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടിയിട്ട് പതുക്കെ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ആ ചെറിയ റണ്ണിങ് നിലനിർത്തി ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ വാഹനം ഇത്തരത്തിൽ നമുക്ക് മുന്നോട്ടെടുത്ത് പോകാനായിട്ട് കഴിയുമെന്ന് തന്നെ നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. ഓക്കെ, വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡ് ഗിയർ കൊടുക്കുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വാഹനം പോവുകയാണ്. ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ആ കയറ്റത്ത് ചെയ്യുന്ന വിധം ഒന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് തേർഡിൽ ഇങ്ങനെ പോകുന്നു, വണ്ടിക്ക് മൂവ് ആക്കി ഫോർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റം തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഫോർത്തിൽ പോകാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്ന് കരുതി ഞാൻ തേർഡ് ഗിയർ കൊടുക്കുന്നു. ഇപ്പോൾ തേർഡ് ഗിയറിൽ വാഹനം ഇങ്ങനെ കയറി പോവുകയാണ്. തേർഡിലും പോകാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്ന് കരുതി അഡ്വാൻസ് ആയിട്ട് ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. സെക്കൻഡിലും പോകാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്ന് കരുതി ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. റണ്ണിങ്ങിൽ തന്നെ ഫസ്റ്റ് ഗിയർ
കൊടുത്ത് ഇതേ വാഹനം പതുക്കെ കയറ്റം കയറുകയാണ്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നതും വണ്ടി നിർത്തുന്നതും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതും ഒക്കെ ബേസിക് നിങ്ങൾക്ക് ചില ഐഡിയകൾ കിട്ടി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഓൾറെഡി സ്റ്റിയറിംഗ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരുപാട് വീഡിയോകൾ, ഏകദേശം ഒരു 400-ൽ അധികം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങളൊന്ന് കയറി കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൈന്യൂട്ടായിട്ടുണ്ടാകുന്ന എല്ലാവിധ സംശയങ്ങൾക്കുള്ള മറുപടികൾ ആ വീഡിയോകളിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് കയറി കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ടത്, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പവർ ബ്രേക്കാണ്. അതായത് നമ്മളുടെ ചെരുപ്പിൻ്റെ കനം വരെ വാഹനത്തിന് ബ്രേക്കേ ബാധിക്കും. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിച്ച് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വാഹനം സ്ലോ ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ടുള്ള ബ്രേക്കിലേക്ക് വരരുത്. ഹാർഡായിട്ടുള്ള ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബ്രേക്കിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ മുന്നോട്ട് നമ്മൾ വന്ന് വാഹനം എഞ്ചിനടിച്ച് നടു റോഡിൽ ഓഫായി പോകും. പുറകിൽ മറ്റ് വാഹനങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്കിലൊക്കെ ഇടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തുടക്കക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ബ്രേക്കും ആക്സിലറേറ്ററും യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ വലത്തെ കാലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്ന് താഴെ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കാല് വെക്കുക. അതിനുശേഷം ആക്സിലറേറ്റർ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇങ്ങനെ ആക്സിലറേറ്റർ കൊടുക്കുക, ഇങ്ങനെ ബ്രേക്കിലേക്ക് വരിക. ക്ലച്ച് ഔട്ടാനായിട്ട് നമ്മൾ ഇടത്തെ കാല് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്ത് വന്നു. ഇനി വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു നിരപ്പ് റോഡാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയറോ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറോ കൊടുത്തിട്ട് വേണം വാഹനം നിർത്തുവാനായിട്ട്. നിരപ്പത്തെ കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിനുശേഷം ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിട്ടിട്ട് വണ്ടി ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലെടുക്കാനായിട്ട് ശ്രമിക്കുക. തുടക്കക്കാർ ചെയ്യുന്ന ഒരു കാര്യം, വണ്ടി നിർത്താൻ അതിനായിട്ടുള്ളൊരു സ്പേസ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലെടുക്കും. വണ്ടി ഒരു ഗിയറിലാണെങ്കിൽ പെട്ടെന്ന് വണ്ടി എഞ്ചിൻ ഇടിച്ചിട്ട് ഓഫായി പോകും. അത് ചെയ്യരുത്. അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത വീഡിയോകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഓരോ വീഡിയോകളായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കയറി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും വീണ്ടും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ.